NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഇന്നലെ പൊട്ടിച്ച ബോംബ് കേരള രാഷ്ട്രീയത്തെ അത്യാവശ്യം ഞെട്ടിച്ച ഒന്നായിരുന്നു. നായരീഴ ഐക്യത്തിന് സുല്ലിടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇനി ആ വഴിക്കില്ല, മതിയായി. അതൊരു പൊല്ലാപ്പാടെന്ന് പിടികിട്ടി. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ SNDPയുടെ, അതായത് വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മനസ്സിലായി. ഞങ്ങളിനി ആ വഴിക്കില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ രക്തചുരുക്കം. പിന്നീട് അദ്ദേഹം അത്യാവശ്യം വിശദമായിട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തു. ഇതോടൊപ്പം അതായത് ഈ ബൊമ്മ ഉണ്ടാക്കിയ വെടിയും പുകയും അതിനിടയ്ക്ക് മറ്റൊരു വാർത്താ സാധ്യത മരിച്ച് മണ്ണിനടിയിലായി പോയത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? അതായത് ഞായറാഴ്ച നമ്മളിങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് വരികയായിരുന്നല്ലോ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. അതായത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശശി തരൂർ കോൺഗ്രസിനോട് വിട പറയുന്നു, പിന്നീട് LDF-ൽ ചേരുന്നു. അതിലൂടെ ചർച്ചകൾ അങ്ങ് ദുബായിൽ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെങ്ങുമല്ല, ദുബായില. ചില മലയാളി വ്യവസായികളാണ് ഇതിന് ബ്രോക്കർ പണി ചെയ്യുന്നത്. ഇതിന് ഇടനിലക്കാര്, അതായത് CPM-മായും പിണറായി വിജയനുമായും പിന്നീട് ശശി തരൂരുമായും ചർച്ച നടത്തുന്നു ഈ വ്യവസായികളാണെന്നാണ് കേട്ടത്. പിന്നെ എന്തൊക്കെ വാർത്തകളായിരുന്നു. ഞായറാഴ്ച പകൽ മുഴുവൻ ചാനലുകളിലെല്ലാം ഇതേക്കുറിച്ചുള്ള വാർത്ത. പിന്നെ വൈകുന്നേരത്ത് അന്തിച്ചർച്ച, വിദഗ്ധ അഭിപ്രായങ്ങൾ തേടൽ, പ്രമുഖ നേതാക്കളുമായിട്ടുള്ള കൊച്ചു ഇന്റർവ്യൂസ്. അങ്ങനെ നമ്മൾ ആഘോഷിച്ച വാർത്തയായിരുന്നു ഇത്. ഇപ്പം ദുബായിൽ വെച്ച് ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകുന്നു. പിന്നീട് ശശി തരൂർ തിരുവനന്തപുരത്ത് എത്തുന്ന ഉടനെ നേരെ AKG സെന്ററിലേക്ക് ലാൻഡ് ചെയ്യുന്നു. അവിടെ ചെന്ന് CPM-ന്റെ ഒരു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് അതേ കിട്ടത്തുള്ളൂ. ശശി തരൂറാണ്, വിശ്വപൗരനാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെന്നാലുടനെ മെമ്പർഷിപ്പ് ഒന്നും ആരും കയറി തരത്തില്ല. ഒരു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് പ്രവർത്തിച്ച് കാണിക്കണം, പാർട്ടിക്ക് കൊള്ളുന്ന ആളാണെന്ന് മനസ്സിലാകണം, എന്നാൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോ സാക്ഷാൽ കാറൽ മാർക്സ് തിരിച്ചു വന്ന് AKG സെന്ററിൽ വന്ന് ഒരു മെമ്പർഷിപ്പ് ചോദിച്ചാൽ ആദ്യം കാൻഡിഡേറ്റ് മെമ്പർഷിപ്പേ കിട്ടൂ. അതൊരെണ്ണം സ്വീകരിക്കുന്നു. പിന്നെ സഖാക്കളത്ത് പിണറായി വിജയൻ, B. ഗോവിന്ദൻ മാർക്സ്, അതുപോലെ നേതാക്കള് EP ജയരാജൻ, ഇവരൊക്കെ ഒന്നിച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് ഇൻക്വിലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. അടുത്ത തെരഞ്ഞെടുപ്പില് ശശി തരൂർ കോൺഗ്രസ് പുലർത്തി കൊണ്ടുചെല്ലുന്ന വിഭാഗത്തിന്, കോൺഗ്രസ് വിമത വിഭാഗത്തിന് 15 സീറ്റ്, ഒപ്പം മുന്നണിയിൽ CPM-നൊപ്പം തുല്യ സ്ഥാനം. ഇത് നമ്മളാരും പറഞ്ഞതല്ല, മാധ്യമങ്ങളിൽ വന്നതാ. CPM-ഉം ശശി തരൂരും തമ്മിൽ ഉണ്ടായിട്ടുള്ള ധാരണ അങ്ങനെയാണത്രേ. CPM-ന് തുല്യ പരിഗണന. അത് കഴിഞ്ഞാൽ പിന്നെ AKG സെന്ററിൽ ചേരുന്ന ഇടതുപക്ഷ ഏകോപന സമിതി യോഗത്തില് ആദ്യത്തെ 1 മണിക്കൂർ പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കും, രണ്ടാമത്തെ 1 മണിക്കൂർ ശശി തരൂർ അധ്യക്ഷത വഹിക്കും. അപ്പൊ ഇപ്പോഴത്തെ രണ്ടാം സ്ഥാനക്കാര് CPI വിനോയ് വിശ്വം അരയിലൊരു തോർത്തൊക്കെ കെട്ടി വളരെ വിനയത്തോടുകൂടി നിന്ന് ശശി തരൂറിന് സ്വാഗതഗാനം പാടും. നേരം വെളുത്ത് ഈ സ്വപ്നത്തിന്റെ, അതായത് ശശി തരൂർ CPM-ൽ LDF-ൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിന്റെ ആ തിളക്കമൊന്നും നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ പെരുന്നയില് നമ്മുടെ G. സുകുമാരൻ നായർ ഒരു പൊട്ടിക്കലങ്ങ് പൊട്ടിച്ചു. അതായത് നായരീഴവ ഐക്യം സ്വാഹ. CPM വളരെ ആലോചിച്ച് വെള്ളാപ്പള്ളി നടേശനുമായിട്ടൊക്കെ ഗൂഢാലോചനകളൊക്കെ നടത്തി ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു ഐക്യമാണ്. സമുദായ ഐക്യം. രണ്ട് സമുദായങ്ങളുടെയും ഉത്കർഷത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കണം. നായാടി മുതൽ നസ്രാണി വരെയുള്ളവരെ ഈ കൂടിവരവിൽ കൊണ്ടുവരണം. എന്നിട്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കണം. എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പില് ശബരിമലയൊക്കെ മറന്ന് നമ്മൾ CPM-ന് വോട്ട് ചെയ്യണം. പിണറായി വിജയനെ 3ാമത് മുഖ്യമന്ത്രിയാക്കണം. ഈ സ്വപ്നം, അതിന്റെ ഒരു സുന്ദരമായ ആലസ്യമൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോഴല്ലയോ പുള്ളിക്കാരൻ നമ്മുടെ G. സുകുമാരൻ നായർ ഒറ്റ വെടി പൊട്ടിച്ചത്. ഉടനെ തന്നെ ആലപ്പുഴയിലെ മാപ്രകള് കണിച്ചുകുളകരയിലേക്ക് ഓടി. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ സഖാവിന് പറയാനുള്ളതെന്ന് അറിയണമല്ലോ. അവിടെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സഖാവ് പത്മഭൂഷൺ കിട്ടിയതിന്റെ സന്തോഷത്തില്, ആഹ്ലാദത്തില്, അതുണ്ടാക്കിയ ഒരു ആലസ്യത്തിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. നായരീഴ ഐക്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് മകൻ തുഷാറിനെ അങ്ങോട്ട് അയക്കണം പെരുന്നയിലേക്ക്. അവിടെ ചെന്ന് സുകുമാരൻ നായരുമായിട്ട് ചർച്ച ചെയ്ത് ഐക്യമൊന്ന് കബൂലാക്കണം. സുകുമാരൻ നായരാകുമ്പോൾ മോനെ അയച്ചാൽ മതി, മോൻ ചെറുക്കം മതിയെന്നേ, തുഷാർ മതി. കാരണം നമ്മൾ പത്മഭൂഷൺ അല്ലയോ. നമ്മളെന്തിനാ പോയി പെരുന്നയിൽ സുകുമാരൻ നായരുമായിട്ട് നേർക്കുനേരിരുന്ന് സംസാരിക്കുന്നത്? തുല്യതയിൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പത്മഭൂഷൺ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അപ്പൊ മകനെ ഒന്ന് അയച്ച് ഐക്യമൊന്ന് ശുരുപ്പെടുത്തണം, സിമന്റ് ഇട്ടൊന്ന് ഉറപ്പിക്കണം. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലയോ നമ്മുടെ സുകുമാരൻ നായർ പെരുന്നയില് ഈ വല്ലാത്തൊരു അക്രമം കാണിച്ചത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. വലിയൊരു ആലോചനയായിരുന്നേ. ഇതിന്റെ പിന്നിലൊരു വലിയ അജണ്ട ഉണ്ടായിരുന്നു, CJP അജണ്ട. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP-യും ഒക്കെ ചേർന്നുള്ളൊരു അജണ്ട. അതിന് നേതൃത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബ്രോക്കർ പണി ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശൻ. സംസാരിക്കാൻ പോകുന്ന ആരാ? NSS-നോട്. BDJS-ന്റെ നേതാവ്, NDA-യുടെ ഘടകകക്ഷി, പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ BDJS-ന്റെ നേതാവ് മകൻ
തുഷാർ വെള്ളാപ്പള്ളി. അല്ലെങ്കിൽ തന്നെ അച്ഛനും അതിന്റെ ഒരു സ്ഥാപക നേതാവാണല്ലോ. അപ്പൊ NDAയുടെ ഒരു ഭാഗമായിട്ട് അച്ഛനെയും കൂട്ടാവുന്നേ ഉള്ളൂ. അങ്ങനെ BJPയുടെ അനുഗ്രഹാശിസുകളോടുകൂടി NSSഉം SNDPയും തമ്മിൽ ഐക്യമുണ്ടാകുന്നു. അതിന് വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഇടനില നിൽക്കുന്നു. അവരൊന്നിച്ചു നിന്ന് CJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ. അതായിരുന്നു അന്തർധാര. CJP എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്ലസ് BJP. പിന്നെ പിണറായി വിജയന് 3ാം മന്ത്രിസഭ വരുന്നു. അതിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് മാന്യമായ ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്നു. ചിലപ്പോ ആ ഒരു മന്ത്രിസഭയിൽ BJPക്ക് ചേരാൻ വയ്യാത്തത് കൊണ്ട് BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളിക്ക് ചിലപ്പോൾ ആഭ്യന്തരമോ മറ്റോ കിട്ടിയേക്കാം, ധനകാര്യം കിട്ടിയേക്കാം, റവന്യൂ കിട്ടിയേക്കാം. അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളാണ് ഈ സുകുമാരൻ നായരുടെ ഒറ്റ പ്രസ്താവനയിൽ ആവിയായി പോയത്. വെള്ളാപ്പള്ളി നടേശൻ സാറിന് പെട്ടെന്നൊരു പത്മഭൂഷൺ കൊടുത്തതാ സത്യം പറഞ്ഞാല് പ്രശ്നമായി പോയത്. അല്ലെങ്കിൽ ഈ ഐക്യം എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. കാശ് കൊടുത്താൽ ഏതവനും പത്മ പുരസ്കാരം കിട്ടുമെന്ന് പണ്ടൊക്കെ പറഞ്ഞതാ വെള്ളാപ്പള്ളി നടേശൻ സാറ്. നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇനി വിളിച്ചു തന്നാൽ പോലും വേണ്ട എന്നും പറഞ്ഞതാ. അന്നൊക്കെ അത് പറഞ്ഞത് ഈ കിട്ടാത്ത മുതിരി പുളിക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ. ഇപ്പോഴാണല്ലോ സ്ഥിതി. നമുക്ക് തന്നല്ലോ, നമുക്ക് കിട്ടിയല്ലോ, അതിന്റെ ഒരു സന്തോഷം വേറെയാണല്ലോ. ഒരിക്കൽ വേണ്ട എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ കാശ് കൊടുത്താൽ കിട്ടുന്നതാണെന്ന് പറഞ്ഞത്, ഇപ്പൊ കിട്ടുമ്പോൾ അതിനൊരു സന്തോഷമുണ്ടല്ലോ. ഈ പത്മഭൂഷൺ പുരസ്കാരമുണ്ടല്ലോ, അത് വെള്ളാപ്പള്ളിക്ക് കിട്ടിയെന്ന് കണ്ടപ്പോ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം ആർക്ക് കത്തി? നമ്മുടെ നായന്മാർക്ക് കത്തി, NSSന് കത്തി, അതിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് കത്തി. ഇതിന്റെ പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇത് സമുദായ ഐക്യമൊന്നും അല്ല, ഇതൊരു പൊല്ലാപ്പി പിടിച്ച പണിയാണ് എന്ന് NSSന് മനസ്സിലാകുന്നു. അവർ പെട്ടെന്ന് ഡയറക്ടർ ബോർഡ് കൂടുന്നു, അവരാലോചിക്കുന്നു, ചർച്ച ചെയ്യുന്നു, തീരുമാനിക്കുന്നു. വേണ്ട, ഈ പണിക്ക് ഞങ്ങളില്ല, ഈ ഐക്യം എന്ന് പറയുന്ന പൊല്ലാപ്പിന് ഞങ്ങൾ നായന്മാരെ പ്രതീക്ഷിക്കണ്ട എന്ന് പറയുന്നു. സത്യം പറഞ്ഞാല് NSSുമായിട്ടുള്ള ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ മോനെ അയക്കാമെന്ന് പറഞ്ഞപ്പോഴേ സംശയം തോന്നിയതാ. അന്ന് ഞങ്ങൾ പറഞ്ഞു അനിയനെ പോലെ മോനെ പോലെയാ കരുതുന്നത്, വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നേരവും സംശയം വിട്ടുമാറിയിരുന്നില്ല. ചേട്ടാ വെള്ളാപ്പള്ളി അല്ലയോ ചർച്ച ചെയ്യാൻ വരേണ്ടത്? അദ്ദേഹം അല്ലയോ ആദ്യം ആഹ്വാനം ചെയ്തത്? അപ്പോഴല്ലയോ നമ്മുടെ റെഡിയാണെന്ന് പറഞ്ഞത്? അപ്പൊ വെള്ളാപ്പള്ളി വരണ്ടായോ? പിന്നെന്തിനാ മോനെ അയക്കുന്നത്? ചെറിയ സംശയം തോന്നിയതാ. വെള്ളാപ്പള്ളിക്ക് വേറെ അജണ്ടയായിരുന്നു. മകനെ അയക്കണം, എങ്കിൽ മാത്രമേ BJPയുമായുള്ള SNDPയുടെ അന്തർധാരയ്ക്ക് അർത്ഥം വരൂ, പ്രയോജനം കിട്ടൂ, പത്മഭൂഷൺ കിട്ടൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടൂ. അപ്പോ BDJSന്റെ നേതാവായ മകനെ തന്നെ അയക്കണം. പിന്നീട് പത്മഭൂഷന്റെ പ്രഖ്യാപനം കൂടെ വന്നതോടെ സംഗതി നല്ലപോലെ മനസ്സിലായി. നല്ല വെളിച്ചത്തില് കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി. അപ്പം NSS എന്ന് വിചാരിച്ചു, ഒരു മിനിറ്റ് നേരത്തെ ഇതിന് ചൊല്ലിടുന്നതാണ് നല്ലത്, അവസാനിപ്പിക്കുന്നതാണ് നമ്മുടെ സമുദായത്തിന് നല്ലതെന്ന് അവർക്ക് മനസ്സിലായി. ഇതിനിടയ്ക്കാണ് ഈ ശശി തരൂറുമായിട്ടുള്ള കച്ചവടത്തിന്റെ ഏർപ്പാടുകൾ പുറത്തു വന്നത്. NSS ഇല്ല എന്ന് മനസ്സിലായതോടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐക്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവില്ല എന്ന് വ്യക്തമായതോടെ അതിന്റെ എല്ലാ സാധ്യതകളും അടഞ്ഞുപോയി. അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് പൂളി തിന്നാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന അൽഫോൻസാ മാമ്പഴമായിരുന്നു ഈ നായർ ഈഴവ ഐക്യം. അതല്ലയോ നമ്മുടെ സുകുമാരൻ നായരെടുത്ത് ഓടയിലെറിഞ്ഞു കളഞ്ഞത്? കഷ്ടമായി പോയി. CPMഉം പിണറായി വിജയനും എവിടെ ചെന്ന് തൊട്ടാലും അത് നാശകോശമാകും എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ ചില വിസ്മയങ്ങൾ നടക്കുമെന്ന് പറഞ്ഞുപോയി. ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതാ. പറഞ്ഞതിന്റെ പിറ്റേന്ന് ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിൽ വന്ന് ചേരുകയും ചെയ്തു. അപ്പൊ CPMനൊരു പൂതി, നമുക്കും ചില വിസ്മയങ്ങൾ സംഭവിപ്പിക്കണമല്ലോ എന്ന്. അപ്പൊ അവര് പറഞ്ഞു അടുത്ത വിസ്മയം കോൺഗ്രസിലായിരിക്കുമെന്ന്. അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അവരെ താങ്ങി നടക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ പറഞ്ഞു, കോൺഗ്രസിൽ വിസ്മയം നടക്കാൻ പോകുന്നു, ശശി തരൂർ കോൺഗ്രസ് വിട്ട് LDP ചേരാൻ പോകുന്നു. ഉടനെ അത് വെച്ചുള്ളൊരു വാർത്താ മേളാങ്കം നമ്മുടെ ചാനലുകൾ അങ്ങോട്ട് തുടങ്ങി. CPM അങ്ങനെ ചില ശ്രമങ്ങൾ നടത്തിയതാ. ശശി തരൂർ കോൺഗ്രസുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു തഞ്ചത്തില് അദ്ദേഹത്തെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റുമോ, LDFിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അതിന് ഗൾഫിൽ ചില മലയാളിമാരെ ഏൽപ്പിച്ചു എന്നുള്ളതും സത്യമാണ്. ഈ ഗൾഫിലെ മലയാളി വ്യവസായികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന 2-3 ചിത്രങ്ങളുണ്ട്. അവരാരും അല്ലെന്നേ, അവരാരെങ്കിലും ഇതിന് ഇറങ്ങി പുറപ്പെടുമോ? അവരെന്തിനാണ് ശശി തരൂറിനെ LDFിനെയും യോജിപ്പിക്കാൻ നടക്കുന്നത്? ഇത് വേറെ ചിലരാ, ഇടത്തരമാ, ഇടതുപക്ഷവുമാ, അവരെയാണ് ഇതിനുപയോഗിച്ചത്. അത് വെച്ചാണ് ഇവിടെ വാർത്തകൾ വരുത്തിയത്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലൊന്നും അല്ലല്ലോ സംഭവിച്ചത്. ആദ്യമെല്ലാം ഭദ്രം എന്ന് കരുതി ഒക്കെ റെഡി പണി മുണ്ടക്കയം എന്ന് മനസ്സിൽ വിശ്വസിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന നായറിയുടെ വൈക്കം പാളിപ്പോയി, ഒളിഞ്ഞുപോയി, ചീറ്റിപ്പോയി. അതിന്റെ തൊട്ടു പിന്നാലെ ഇതാ നമ്മുടെ ശശി തരൂർ വിശ്വപൗരൻ CPMലേക്ക് വരുന്നു, LDFിലേക്ക് വരുന്നു, അവരുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ള വാർത്തയും ചീറ്റിപ്പോയി. സത്യം പറഞ്ഞാല് ഇതുപോലൊരു വാർത്തയോ കൊടുക്കുന്നതിന് മുമ്പ്
ഒന്ന് ചിന്തിക്കണ്ടായോ? ഈ ശശി തരൂർ എന്ന് പറയുന്ന ആള് ഒരു മണ്ടനൊന്നും അല്ലല്ലോ, നല്ല ഒന്നാം തരം ബുദ്ധിയുടെ രാഷ്ട്രീയക്കാരനല്ലയോ. അദ്ദേഹം എന്തിനാണ് LDFിലേക്ക് വരുന്നത്, CPM ചേരുന്നത്? ഇനി അദ്ദേഹം കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക, ചെയ്തേക്കാം. നാളെ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനോട് BJP ഉണ്ടല്ലോ, BJP ചേർന്നാൽ പോരെ? നരേന്ദ്രമോദിയുമായിട്ട് നല്ല ബന്ധമാണല്ലോ, അവിടെ വേണമെങ്കിൽ വിദേശകാര്യ വകുപ്പിന്റെ മന്ത്രിസ്ഥാനം വരെ കിട്ടുമല്ലോ. ഇവിടുത്തെ MP സ്ഥാനം ഭരിച്ചറിഞ്ഞാല് അവരെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തു നിന്ന് രാജ്യസഭയിലേക്ക് ജയിപ്പിച്ചുകൊണ്ട് വരുമല്ലോ. പിന്നെ എന്തിനാണ് CPMൽ ചേരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിസ്മയകരമായി തോന്നിയത് ശശി തരൂരിന് 15 സീറ്റ് കൊടുക്കുമെന്ന, ഏത് LDF, അതുപോലെ തന്നെ CPMന് ഒത്ത തത്തുല്യമായ സ്ഥാനം ലഭിക്കുമെന്ന്. എവിടെ കൊടുക്കാനായി 15 സീറ്റ്? അത് മാത്രമല്ല, ശശി തരൂർ LDFിൽ ചേർന്നു എന്ന് വിചാരിക്കുക, പക്ഷെ മത്സരിക്കാൻ പറ്റിയ ഒരു 15 പേരെ കൂടെ കൊണ്ടുവരാൻ പറ്റണ്ടായോ? CPMനൊപ്പമുള്ള സ്ഥാനവും നൽകുന്നു. ഇതാര് വിശ്വസിക്കാനാ, ആരെ വിശ്വസിപ്പിക്കാനാ? ഏതായാലും സുകുമാരൻ നായരുടെ ബോംബ് വീണതോടെ അതങ്ങ് ആ ശല്യം അല്ലെ ആ ചിന്ത അങ്ങ് തീരുകയും ചെയ്തു. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് CPM പ്രതീക്ഷ നഷ്ടപ്പെടുത്തുമൊന്നും വേണ്ട. നമ്മുടെ ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വമായിട്ട് പരിഭവത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ മഹാപഞ്ചായത്തിന്റെ വേദിയിൽ രാഹുൽ ഗാന്ധി കണ്ടപ്പോ മഹാകുംഭമേളയ്ക്ക് കണ്ട പരിചയം പോലും ഭാവിച്ചില്ലത്രേ. അത് അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കിട്ടുന്ന ഏത് അവസരങ്ങളിലും ഏത് വേദികളിലും ധീരമായിട്ട് പൊരുതുന്ന ഒരു ഭടനാണല്ലോ നമ്മുടെ ശശി തരൂർ. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ സമുന്നത നേതാവിൽ നിന്ന് ഒരു അവഗണന ഉണ്ടായാൽ വിഷമം തോന്നും. ഇങ്ങനെ ഓരോ പൊല്ലാപ്പുകള് അല്ലെങ്കിൽ വീഴ്ചകള് തിരിച്ചടികള് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ പോലെ പാർട്ടിയുടെ ആസ്ഥാനത്ത് നിന്ന്, പാർട്ടിയുടെ ശക്തി ദുർഗത്തിൽ നിന്ന് ഫണ്ട് വെട്ടിപ്പ് പോലെയുള്ള നാറ്റക്കഥകൾ പുറത്തേക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അവിടുത്തെ ഒരു CPM രക്തസാക്ഷിയുടെ കുടുംബത്തിന് വേണ്ടി പിരിച്ച ഫണ്ട് അത് അടിച്ചു മാറ്റി പാർട്ടിക്കാർ തന്നെ. പാർട്ടി ആസ്ഥാന മന്ദിരം പണിയാൻ വേണ്ടി അതിന് പിരിച്ച പണം കാണാനില്ല. കേസ് നടത്തിക്കാൻ വേണ്ടി പിരിച്ച പണം കാണാനില്ല. അത് മാത്രമല്ല, നിസാരമായ വിലയ്ക്ക് കിട്ടുന്ന ചതുപ്പ് നിലം അത് വാങ്ങിയിട്ട് സെന്റിന് 17 ലക്ഷമെന്നോ 15 ലക്ഷമെന്നോ ഒക്കെ കണക്കെഴുതി വെച്ചു. ഇതിപ്പോ അവിടെ വലിയ വിവാദമായിരിക്കുക. ആ പരാതി ഉന്നയിച്ച CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാകേഷ് KK രാകേഷ് ഒരു പത്രസമ്മേളനം നടത്തി. സന്ധ്യ മുതൽ വെളുപ്പിന് വരെ രാമായണം വായിച്ചു. എന്നിട്ടും ശ്രീരാമനാര സീതയാര എന്ന് മനസ്സിലായില്ല. അതായിരുന്നു ആ പത്രസമ്മേളനത്തിന്റെ അന്തിമ ഫലം. അവസാനം രാകേഷ് പറഞ്ഞു, അല്ലെങ്കിൽ ഈ കണക്കിലെ ക്രമക്കേടൊന്നും നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അങ്ങനെ അദ്ദേഹം സ്കൂട്ടായി.